ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇപ്പോഴത്തെ ട്രെൻഡിങ് ഡിസൈൻ ആയിട്ടുള്ള സെമി ഫോൾഡഡ് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു കേക്ക് റെസിപ്പിയാണ് കേട്ടോ. തുടക്കക്കാർക്ക് വരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഡിസൈനാണിത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ ഈ കേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിൽ ഇതുപോലൊരു കേക്ക് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. 4 മുട്ടയും 1 കപ്പ് മൈദയും വെച്ചിട്ടുള്ള ഒരു കേക്കാണ് കേട്ടോ ഇത്. ഇതിനെ നമുക്ക് ഇതുപോലെ 3 ലെയറാക്കി കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് കേക്ക് ഫ്രോസ്റ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് കേക്ക് ബോർഡിൽ ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുത്തിട്ട് അതിനെ പാലും മിൽക്ക് മെയ്ഡൊക്കെ ചേർത്തിട്ടാണ് കേട്ടോ വെറ്റ് ചെയ്തെടുത്തത്. എന്നിട്ട് അതിൻ്റെ മുകളിൽ ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ കേക്ക് ചെയ്യുന്നത് കുൽഫി ഫ്ലേവറിലാണ് കേട്ടോ. അപ്പോൾ കുൽഫി കേക്കിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു വീഡിയോയിൽ പറയുന്നില്ല. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കുൽഫി കേക്കിൻ്റെ റെസിപ്പി വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കാം. കേക്ക് ലെയറുകളും ഫില്ലിങ്ങൊക്കെ വെച്ച് കൊടുത്തതിന് ശേഷം കേക്കിനെ ഈ ഫുള്ളായിട്ട് ക്രീം വെച്ചിട്ടൊന്ന് ക്രം കോട്ടിങ് ചെയ്തെടുക്കാം. ഇപ്പോൾ കേക്കിനെ ഞാനിവിടെ ക്രം കോട്ടിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം. പിന്നെ പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ ഞാൻ കേക്ക് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തത്. ഇനി കേക്കിനെ ഫുള്ളായിട്ട് ക്രീം വെച്ചിട്ടൊന്നും കൂടി കവർ ചെയ്തെടുക്കാം. ഇപ്പോൾ കേക്കിനെ ഞാനിവിടെ ഫിനിഷിംഗ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫോൾഡഡ് ഡിസൈൻ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് കളർ ചേർത്തിട്ടുള്ള ക്രീം നോസിലൊന്നും ഇടാതെ ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടുണ്ട്. കുറച്ച് വലിയൊരു ഹോളാക്കിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഈ പൈപ്പിംഗ് ബാഗ് വെച്ചിട്ട് നമുക്കിതുപോലെ വരച്ചു കൊടുക്കാം. ഒരു സിഗ്സാഗ് രൂപത്തിൽ വരച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഈ വരച്ചു കൊടുത്തതിൻ്റെ താഴെ ഭാഗത്തേക്കായിട്ട് ഇതുപോലെ ക്രീം ഫില്ല് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് സ്ക്രാപ്പർ വെച്ചിട്ട് പതുക്കെ ഇതുപോലെ ഒന്ന് ഫിനിഷിംഗ് ആക്കി കൊടുക്കാം. ഇതുപോലെ ചെയ്യുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ ചെയ്യാൻ. വെള്ള കളറിലുള്ള ഭാഗത്തേക്ക് ഈ കളറിലുള്ള ക്രീമൊന്നും ആവാൻ പാടില്ല. ഇപ്പോൾ നമ്മളിവിടെ ഫോൾഡ് ലൈനൊക്കെ ഒന്ന് ക്ലിയർ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാം. പെട്ടെന്ന് സെറ്റ് ആവണം എന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ വെച്ചാലും മതി കേട്ടോ. ഇപ്പോൾ കേക്കിനെ ഫ്രിഡ്ജിലൊക്കെ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഒരു 2 റോസും കൂടെ വെച്ച് കൊടുക്കാം. പിന്നെ ഫോൾഡ് ലൈനിനൊരു ബോർഡർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ യെല്ലോ കളറിലുള്ള ക്രീം നോസിലൊന്നും ഇടാതെ ചെറിയ ഹോളാക്കി ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുകയാണ്.
പിന്നെ കേക്കിൻ്റെ മുകളിലായിട്ട് ഇതുപോലൊരു ഡിസൈനും കൂടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണിത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്